കൃപേഷിന്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾ കരുതിയത് വധശിക്ഷയാണ്, പക്ഷേ ഈ കൂടി വധശിക്ഷ വാങ്ങിക്കൊടുക്കാതിന്റെ പോരാട്ടം നമ്മൾ തുടരും. 10 പ്രതികളെ നേരത്തെ കുറ്റവിമുക്തരാക്കിയതിനകത്തും നിങ്ങൾ അപ്പീൽ കൊടുക്കുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ ഇത് ഈ ശിക്ഷാവിധി ഒട്ടും കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. കോടതി നല്ലൊരു ശിക്ഷ കൊടുക്കുന്നതിന്റെ പ്രതീക്ഷയോടെ കൂടിയാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷെ ദുഃഖത്തിലേക്കാണ് ഇവരൊക്കെ ഈ ശിക്ഷ കൊണ്ട് ഇവരെ പുറത്തിറങ്ങിയാലും ഇതേ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ പുറത്തിറങ്ങാത്ത രീതിയിൽ വധശിക്ഷ കൊടുക്കണമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് മുൻ CPM-ന്റെ മുൻ MLA അടക്കമുള്ളവർക്ക് 5 വർഷം തടവാണ് പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുള്ള വിഷയങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുമ്പോൾ ആ ശിക്ഷാവിധി അതും മതിയായില്ല. ഇല്ല, അവർക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കേണ്ട അവർക്കാണ്. അവരെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ കൊല നടക്കുന്നത്. നേതാക്കന്മാരെ പ്രോത്സാഹിക്കുക, അവരെ കൊന്തും ചെയ്യുന്നവർ വന്നോ എന്ന് പറയുമ്പോൾ അണികൾക്ക് ഒരു ആവേശമാണ്. അപ്പോഴാണ് കൊന്നു തള്ളിയിട്ട് വരുന്നത്. പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കാനും അവരെ കോടതിയിൽ നിന്ന് പിടിച്ചിറക്കാനും സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കാനും ഇതുപോലത്തെ MLA-മാരും ഗുണ്ടകളായ നേതാക്കന്മാരും ഇല്ലതുകൊണ്ടാണ് ഇതുപോലെ കൊലപാതകം കേരളത്തിൽ നടക്കുന്നത്. അവരൊക്കെ ഇവന് പങ്കെടുക്കുന്നില്ലെങ്കിൽ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കൊലപാതകവും കേരളത്തിൽ നടക്കില്ല. അതാണ് നമുക്ക് പറയാം. 6 വർഷം നിങ്ങൾ ഇതിന്റെ പിറകെ നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പാർട്ടി നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കണം, ആ തരത്തിലൊരു നിയമ പോരാട്ടത്തിൽ പോകണം. ഇതിൽ നിന്ന് മാറാൻ ഇനിയുമുണ്ട്. അത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ കുടുംബത്തിന് മുന്നിൽ പോരാട്ടം നടത്തിയ ഗവൺമെന്റ് അവരെ കൂടെയായിരുന്നു, പ്രതികളെ കൂടെയായിരുന്നു. മുഖ്യമന്ത്രിയാണ്. പക്ഷെ അവർക്ക് വേണ്ടി 7 കോടിക്കണക്കിന് പൈസ ചെലവിട്ടു.